ഇന്ന് മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. കൊയിലാണ്ടിയിൽ റാഗിംഗ് നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ SFIക്കാർ മർദ്ദിക്കുന്നു എന്ന വാർത്ത. അത് പരാതിയും പോയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ സ്കെൽറ്റൻ ഇൻ കബോർഡ് എന്ന് പറയുന്ന പോലെ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അതെ അജിംസ്, അത് കൊയിലാണ്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് RSM SNDP കോളേജിലെ അമലിനെ അവിടുത്തെ ചെയർമാനും ഭാരവാഹികളായ ആളുകളാണ് ആക്രമിച്ചത്. അതിനു മുമ്പ് നേരത്തെ ഇവിടെ സംസാരിച്ച ഇടത് നിരീക്ഷകൻ എന്ന ചെയറിലിരിക്കുന്ന പ്രിയപ്പെട്ട ലോയർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ പോലീസ് ജാഗ്രതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിൽ ഇപ്പോഴും 306 ആണ് വകുപ്പുള്ളത്. ആത്മഹത്യയിലേക്ക് സ്വയം പോയി എന്നല്ലാത്ത ഏതെങ്കിലും ഒരു വാദമുണ്ടോ? ഇല്ലെന്ന് മാത്രമല്ല, ഇതിൽ രക്ഷപ്പെടുവാനുള്ള എല്ലാ സാധ്യതയും മറക്കുവാനുള്ള സൗകര്യം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇതിൽ അവർക്ക് ജാമ്യം കിട്ടില്ല, അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെയുള്ള വാദങ്ങൾ. റിട്ടയർഡ് SP ഇവിടെ പറഞ്ഞില്ലേ? റിട്ടയർഡ് SP പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനമാണ്. ആ പോയിന്റ് ഇവർ രക്ഷപ്പെടുത്താൻ FIS കൊണ്ട് രക്ഷപ്പെട്ട എത്ര കേസുകളുണ്ട് ഇവിടെ. FIS-ൽ തിരുത്തുകൾ ഉണ്ടായതുകൊണ്ട്, FIR-ൽ പ്രശ്നമുണ്ടായതുകൊണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ, ഏതൊക്കെ കേസുകൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാൾ അപകടകരമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ വാളയാർ കേസിൽ ആദ്യത്തെ പെൺകുട്ടി മരിക്കുമ്പോൾ അവിടുത്തെ FIS സ്റ്റേറ്റ്മെന്റ് ആത്മഹത്യ ചെയ്തെന്നായിരുന്നു. അത് മൊഴി കൊടുത്ത സാക്ഷി പോലും പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ആത്മഹത്യ എന്നൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ FIS-ലും FIR-ലും ആത്മഹത്യ എന്നുണ്ടായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അതെ, മറ്റൊന്ന് ബാലദേവ് വക്കീൽ മറന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതുപോലെ തന്നെ പാലത്തായി കേസിൽ ഈ ആദ്യ ഘട്ടത്തിൽ കൊടുത്ത ചാർജ് ഷീറ്റ് മാറ്റി രണ്ടാമത് ചാർജ് ഷീറ്റ് കൊടുത്തതിന് വിചാരണ നടക്കുന്ന ദിവസങ്ങളിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ആ കേസും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരുതിക്കൂട്ടി വളരെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ സർക്കാർ ഇടപെട്ടു എന്നത് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? പിന്നെ നേരത്തെ അജിംസ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, അതിൽ ഈ തീവ്രവാദികളായി വരുന്ന PFI SFI ബന്ധങ്ങളെ പറ്റി, അതിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ്, ഇവർ തീവ്രവാദികൾ തന്നെയാണ്. അതാരായാലും SFI നടത്തിയിരിക്കുന്ന ഈ അക്രമത്തിന് തീവ്രവാദം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. അവർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തീവ്രവാദം കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ടാണ് കൊയിലാണ്ടിയിൽ അത് സംഭവിക്കുന്നത്. കൊയിലാണ്ടിയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക ക്യാമ്പസുകളിലും നമുക്ക് എണ്ണി പറയാൻ കഴിയും. കേരളത്തിലെ ക്യാമ്പസുകളിൽ, ഓരോ ക്യാമ്പസുകളിലും SFI ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രക്ഷപ്പെടുത്താൻ നേതാക്കന്മാർ മനസ്സിലാവാത്തതുകൊണ്ടാണോ നിങ്ങൾ തീവ്രവാദം എന്ന് ആവർത്തിക്കുന്നത്? അല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മളിവിടെ ഈ രണ്ട് ചേരിയെയും കെട്ടി ഗവർണർ പറയുന്ന കമന്റിനെയല്ല ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് SFIയെ ഇങ്ങനെ ക്യാമ്പസിൽ ഇതുപോലുള്ള തീവ്രവാദത്തിന് സമാനമായ എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രമങ്ങൾ നടത്തുന്നത്? അത് ചർച്ച ചെയ്യട്ടെ. പിന്നെ പൊളിറ്റിക്സ് ഒരു ഭാഗത്തുണ്ട്. എന്നാൽ ഞങ്ങൾക്കിത് പൊളിറ്റിക്സായി മാത്രം കാണാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ നോക്ക്, സിദ്ധാർത്ഥിന്റെ വിഷയത്തെ അവർ കൊണ്ടു നടക്കുന്നിരിക്കുന്ന ഒരു ഏകദേശം ഒരേ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ഇവിടെ മാത്രം ഈ മോഡസ് ഓപ്പറാൻഡി ഇവിടെ മാത്രം കാണേണ്ട ഒന്നല്ല. ഡിക്റ്റേറ്റർമാരായി ലോകത്ത് നമ്മൾക്ക് കാണുന്ന ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ കൊലപാതകത്തിന്, അവരുടെ അക്രമത്തിന് ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടാവും. അതെന്തിനാണ്? ആളുകളെ ഭയപ്പെടുത്താൻ. അവർ മൊഴി പറയരുത്, പറഞ്ഞല്ലോ നേരത്തെ അജിംസ്. മൊഴി പറയാൻ ഇതൊന്നും തിരിച്ചറിയാത്ത കേരളത്തിന് പുറത്തുള്ള ആളാണ് മൊഴി പറയാൻ വേണ്ടി തുടക്കത്തിൽ അവർക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് ലഭ്യമായത് അവരിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായൊരു ഫാസിസ്റ്റ് ഓപ്പറേഷൻ ഉണ്ട്, അത് തീവ്രവാദപരമാണ് എന്ന പോയിന്റിൽ നിന്നും ഒരു തരിമ്പ് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ എങ്ങനെയാണ് പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയണോ? എന്നാൽ നോക്കിക്കോ, പ്രധാനമായ ഒരു പോയിന്റ്, യൂണിറ്റ് കമ്മിറ്റി, അതുമായി ബന്ധപ്പെട്ട SFI എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചത്? യൂണിയൻ എന്ത് നടപടിക്രമമാണ് സ്വീകരിച്ചത്? എന്നാൽ ഇടത് പ്രൊഫൈലുകൾ സംസാരിക്കുന്ന ഭാഷയാണ് ഇടത് നിരീക്ഷകനോട് പറഞ്ഞത്. അവരെന്താ പറഞ്ഞത്? അയാൾ കൊല്ലപ്പെടേണ്ടതാണ് എന്ന വാദം ഉയർത്തുന്ന രൂപത്തിലുള്ള ചില ചിന്താഗതികളും ചില ക്യാപ്സൂളുകളും കൊണ്ടുപോയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഇടത് വാദങ്ങളിൽ, അവരുടെ പോസ്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നും ഒന്ന് തള്ളിയിട്ട് വീണ്ടും ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിടുന്ന സാംസ്കാരിക നായകന്മാർ അതിൽ നിങ്ങളുടെ ആരോപണം എന്താണ്? ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്വിമ്മിംഗ് പൂൾ മരണത്തിൽ
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വിമ്മിംഗ് പൂൾ മരണത്തിൽ അന്ന് തന്നെ MSF നിരന്തരമായി സമരം നടത്തിയതാണ്. ആ ക്യാമ്പസിൽ വിദ്യാർത്ഥിയായ സഹപ്രവർത്തകനെ കൊലപാതകം നടത്തിയതാണെന്ന ആരോപണം നിലനിൽക്കെ അതിൻ്റെ അന്വേഷണം നടത്തണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടു. നിരന്തരമായി വ്യത്യസ്തമായ സമയങ്ങളിൽ സാഹചര്യങ്ങളിൽ അവിടെ ഓപ്പണായി നിന്നിരുന്ന ക്യാമറകൾ ഓഫാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇതിന് പിന്നിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റർ ഉണ്ടായി എന്ന് അന്നു മുതൽ ഞങ്ങൾ പറയുന്നു. എന്നാൽ പോലീസ് ആ ഭാഗത്ത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായാൽ, അക്രമമുണ്ടായാൽ, ഇത് രൂപത്തിലുള്ള അക്രമങ്ങൾ കൊണ്ടുവന്നാലും ഇതിനൊക്കെ തേച്ചുമാച്ച് കളയാൻ സർക്കാർ കൂടെ നിൽക്കുക, പോലീസ് കൂടെ നിൽക്കുക, അതിൻ്റെ എല്ലാ സിസ്റ്റവും കൂടെ നിൽക്കുക. അതിൻ്റെ അടയാളങ്ങൾ ഓരോ സ്ഥലത്തും കാണുന്നു. അതുകൊണ്ട് പ്രതികളായ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഗവർണർക്ക് PK നവാസ് ഇന്ന് കത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞങ്ങൾ ഈ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകൾ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ കേന്ദ്രങ്ങളാക്കി SFI മാറ്റുന്നു എന്നും അവിടെ ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നുമുള്ള ഞങ്ങളുടെ നിരീക്ഷണം അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും ഇത്തരം സ്ഥാപനങ്ങൾ അതുപോലെ ഹോസ്റ്റലുകൾ നേരിട്ട് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാവണം എന്നുകൂടി ചേർത്ത് വെച്ചാണ് ഞങ്ങളുടെ പരാതി. ഞങ്ങൾക്കതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ക്യാമ്പസുകളിൽ സർഗാത്മകമായ വേദികൾ ഉണ്ടാവണം, ഭാവനയും സർഗാത്മകമായ ഇടപെടൽ ഉണ്ടാവണം. എന്നാൽ വാളും പരിചയം പറയുന്ന കഥയല്ല ക്യാമ്പസിൽ ഉണ്ടാവേണ്ടത്. ഇവർ ആർക്കു വേണ്ടിയാണ് സിന്ദാബാദ് വിളിക്കുന്നവർക്കറിയില്ല, ആർക്കു വേണ്ടിയാണ് കൊല്ലുന്നതറിയില്ല. എന്നാൽ കൊല്ലാൻ അയക്കുന്ന യൂണിറ്റ് ഭാരവാഹികൾക്ക്, നേതാക്കന്മാർക്ക് അവർ പഠിച്ച പാഠം സ്റ്റാലിൻ ശൈലിയാണ്. അവരുടെ ആശയത്തിന്റെ പ്രശ്നമാണിത് എന്ന് തിരിച്ചറിയാൻ പൊതുസമൂഹം അവർ രക്ഷിക്കാൻ നേതാക്കന്മാർ